ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം തുടരുന്നു. ആണവായുധ നിർമ്മാണ പദ്ധതികളിൽ പ്രധാനപ്പെട്ട അറാഖ് ഷാഹിദ് ഖൊണ്ടാബ് ഹെവി വാട്ടർ കോംപ്ലക്സിനു നേരെയാണ് വ്യോമാക്രമണം നടത്തിയത്. അതിനിടയിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് 1 മാസം പിന്നിടുകയാണ്. ആണവായുധങ്ങൾക്ക് ആവശ്യമായ പ്ലൂട്ടോണിയം ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാന കേന്ദ്രമാണ് ആക്രമിച്ചത്. ലോകത്തിന് ഭീഷണിയായി ഇറാന്റെ ആണവ പദ്ധതിയെ തടയുന്നതിന്റെ ഭാഗമായാണ് മിസൈൽ ആക്രമണമെന്ന് ഇസ്രായേൽ പ്രതികരിച്ചു. ആക്രമണങ്ങളിൽ ആണവ വികിരണ ഭീഷണിയോ ആളപായമോ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം. സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രസ്താവിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേലിന്റെ ആക്രമണം. ഊർജ്ജ കേന്ദ്രങ്ങളെ ആക്രമിക്കില്ലെന്ന ട്രംപിന്റെ ഉറപ്പ് വെറും വാക്കെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് ഇസ്രായേൽ നീക്കം. ട്രംപിന്റെ പ്രഖ്യാപനം വെറും വാക്കെന്ന് തെളിഞ്ഞതായി ഇറാൻ വിദേശകാര്യമന്ത്രിയും പ്രതികരിച്ചു. 2 വൻകിട ഉരുക്കുശാലകൾ, 1 പവർ സ്റ്റേഷൻ, സിവിലിയൻ ആണവ കേന്ദ്രം എന്നിവയ്ക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമിച്ചത്. ഇസ്രായേലിന്റെ നടപടിക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചു. അതിനിടെ ഗൾഫ് രാജ്യങ്ങളിലേക്കും ഇറാന്റെ ആക്രമണം തുടരുകയാണ്. അബുദാബിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇന്ത്യക്കാർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.